أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, കുട്ടികളെ, ഞാൻ ഓതിയ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്നും നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ല കാര്യങ്ങളെ കൽപ്പിക്കുകയും വെറുക്കപ്പെട്ട കാര്യങ്ങളെ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിത്തീരേണ്ടതാണ്. അവരാണ് വിജയികൾ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാനായി ഖുർആനിൽ കൽപ്പിക്കുന്നു: ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ പറയുക, എൻ്റെ നമസ്കാരവും എൻ്റെ ഖുർബാനിയും എൻ്റെ ജീവിതവും മരണവും റബ്ബുൽ ആലമീനായ സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു: മനുഷ്യജീവിതത്തിൻ്റെ പരമോന്നതമായ സ്ഥാനമാണ് ഈ ആയത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ ഉന്നതമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നു. ആ മഹാത്മാവിനോട് അല്ലാഹു പറഞ്ഞു: നീ ജനങ്ങളോട് പറയുക, ഇതാണ് നമ്മളുടെ ജീവിത ഉദ്ദേശം. നമസ്കാരമായിരുന്നാലും ഖുർബാനികളായിരുന്നാലും ജീവിതം തന്നെ ആയിരുന്നാലും, അതല്ലെങ്കിൽ അവസാനമായി മരണം, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി തീരുക എന്നുള്ളതാണ്. അതുതന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശലക്ഷ്യമായി ഖുർആൻ പറഞ്ഞത്: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു: നോക്കുക, നമ്മളാരും ഇവിടെ വന്നത് നമ്മളുടെ ആഗ്രഹപ്രകാരമല്ല. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതും നമ്മളുടെ ആഗ്രഹപ്രകാരമല്ല. ഇത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നു, പിന്നെ അല്പകാലം ഇവിടെ ജീവിക്കുന്ന നാം
ആരുടെ ഇച്ഛപ്രകാരമാണോ ഇവിടെ വന്നത്, ആരുടെ ഇച്ഛപ്രകാരമാണോ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്, ആ ആളുടെ ഇച്ഛപ്രകാരം ജീവിക്കുകയല്ലേ ബുദ്ധി എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും. ശരിയല്ലേ? നമ്മൾ ആരും വന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, ഇനി പോകാൻ പോകുന്നതും നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടല്ല. ഇത് രണ്ടും സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ്. ആ സൃഷ്ടാവ് നമ്മൾക്ക് ഒരു ജീവിത ലക്ഷ്യം നമ്മളുടെ മുമ്പിൽ ഖുർആനിലൂടെ സമർപ്പിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ജീവിതം, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇവിടെ തിലാവത്ത് ചെയ്ത ആദ്യത്തെ ആയത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിക്കും. നമ്മളെല്ലാവരും മുസ്ലിമായി മരിക്കാനാണ് അള്ളാഹു പറയുന്നത്. ആ മുസ്ലിമായി മരിക്കുക എന്നത് എങ്ങനെയാണ്? പരിപൂർണമായി അള്ളാഹുവിൻ സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിമാകുന്നത് എന്ന് ആ ഇസ്ലാം എന്ന വാക്കിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഉള്ള അല്പകാലം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആക്കുക എന്നുള്ളതാണ്. അള്ളാഹു വ്യക്തമായ രൂപത്തിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. നമ്മൾ പിറന്നു വീഴുമ്പോൾ തന്നെ നമ്മളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നു. അവിടെ മുതൽ മരണം വരെ നാം ആ ഭാഗ്യനും ഇഖാമത്തിനും ഉത്തരം നൽകേണ്ടവരാണ്. സദാ നാം തൗഹീദിനു വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. നമ്മളുടെ ത്യാഗങ്ങൾ, കുർബാനികൾ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിലായി തീരേണ്ടതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായി തീരേണ്ടതാണ്, അള്ളാഹു പറഞ്ഞ മാർഗത്തിലായി തീരേണ്ടതാണ്. അതാണ് കുർബാനിയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ രക്തവും മാംസവും അള്ളാഹുവിലേക്ക് എത്തുകയില്ല, എന്നാൽ നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ജീവിതം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അത് അള്ളാഹുവിന് വേണ്ടിയായി തീരുക എന്നുള്ളതാണ്. ആ തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ബിസ്മില്ല കൂടി ചെയ്യുക. നമ്മളുടെ ജീവിതത്തെ മുഴുവനും നാം അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കി തീർക്കാനുള്ള ഒരു മാർഗമാണത്. എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക, ബിസ്മില്ല പറഞ്ഞ് തുടങ്ങുക. അങ്ങനെ നാം ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനങ്ങൾ അത് ഭൗതികമായിരുന്നാലും ശരി അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുന്ന രൂപത്തിലായിത്തീരുന്നതാണ്. അത് തന്നെയാണ് ഖുർആൻ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞത്. അവർ കച്ചവടത്തിൽ മുഴുകുന്നവരായിരുന്നാലും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നാലും ശരി, അവരെ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ ഒന്നും തന്നെ അത് തടയുകയില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വ്യക്തമാണ്, കച്ചവടം ചെയ്യേണ്ട എന്ന് എവിടെയും പറയുന്നില്ല, കൃഷി ചെയ്യേണ്ട എന്ന് എവിടെയും പറയുന്നില്ല. മറ്റ് ഭൗതിക ജോലികൾ ഹലാലാക്കപ്പെട്ട കാര്യങ്ങളാണ്, അത് നമുക്ക് ചെയ്യേണ്ടതാണ്. അതിലൂടെ അതിനെ കൂടി നമ്മൾ ആ ഭൗതികമായ കച്ചവടമാകട്ടെ, കൃഷിയാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ,
അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ നാം നിർവഹിക്കുന്നു. അള്ളാഹുവിനെ ആ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചത് ആ രൂപത്തിൽ നാം നൽകുന്നു. അതേപോലെ തന്നെ ശാരീരികമായ ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. അവിടെയും അള്ളാഹു ആ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞത് അതാണ്. അവർ കച്ചവടത്തിലായിരുന്നാലും മറ്റേതൊരു കാര്യത്തിലായിരുന്നാലും ശരി, അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും. ആ കച്ചവടം കൊണ്ട് നമസ്കാരം പോകില്ല. ഇവിടെയാണ് നാം നമ്മളെ പരിശോധിക്കേണ്ടത്. നമ്മൾ എത്രത്തോളം മുസ്ലിം ആയിരിക്കുന്നു എന്ന് നാം പരിചിന്തനം ചെയ്യേണ്ടത്. ഖുർആനിൽ അതുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു വന്നപ്പോൾ നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു തന്നെ പറയും. അവിടെയാണോ നാം നിൽക്കുന്നത് എന്ന് നാം പരിശോധിക്കുക. ആ പറയാൻ മാത്രമുള്ള ഞങ്ങൾ ബയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു അവസ്ഥ മാത്രമാണോ, ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഈമാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏതൊരു നല്ല തീരുമാനം ഞാൻ പറഞ്ഞാലും അത് അനുസരിക്കുമെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞിരിക്കും. ബയ്യത്തിൻ്റെ അവസാനത്തിൽ അത് നാം ഏറ്റുപറഞ്ഞതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഏതൊരു നല്ല തീരുമാനവും മഅറൂഫായിട്ടുള്ള എന്നാണ്. അപ്പം നല്ലതല്ലാത്ത പറയുമോ എന്നുള്ള വ്യാഖ്യാനം വേറെയുണ്ട്. അത് പല കുത്തുബകളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പം നല്ലതേ പറയും. അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തവരാണ് നാം. അതുകൊണ്ട് തന്നെ ഈ കൽപ്പനകളൊക്കെ, ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടവരാണ്. ഇപ്പോൾ വഖഫ് എന്നുള്ളത് ഖുർആൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ മുൻകാല പ്രവാചകന്മാരുടെ കാലത്ത് പോലും അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ തുടക്കത്തിലും സഹാബാക്കൾ എല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് ഒന്നും പ്രതിഫലമായി ആവശ്യപ്പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നിധിയിൽ ചടഞ്ഞുകൂടിയവരായിരുന്നു. ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ബോധരഹിതരായ അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അവരാ ത്യാഗം ചെയ്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വഖഫ് ചെയ്തതുകൊണ്ടാണ്. വഖഫ് ചെയ്യുക എന്നാൽ നിൽക്കുക, തടഞ്ഞു വെക്കുക എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അള്ളാഹുവിനായി നാം നമ്മളെ നിർത്തുന്നു, തടഞ്ഞു വെക്കുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തുണ്ടായ അതേ മാതൃകയിൽ ഇക്കാലത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തും എത്രയോ സഹാബികൾ അവരുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഖാദിയാനിൽ വന്ന് താമസിക്കുകയും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ അവർ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ കൊണ്ട് ദീനിന് ഉപകാരമുണ്ടാകണമെന്ന് അവർ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ മഹോന്നതമായ ഉദാഹരണം ഖലീഫത്തുൽ മസീഹ് അവ്വലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാം തന്നെ യജമാനായ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ജീവിതത്തെ, അങ്ങയുടെ സ്വത്തിനെ, അങ്ങയുടെ എല്ലാ സമ്പാദ്യങ്ങളെയും ഖലീഫത്തുൽ മസീഹ് അവൽ സമർപ്പിക്കുകയുണ്ടായി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഫതഹ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ആ ആളെ
എൻ്റെ സ്നേഹിതൻ എന്ന് വിളിച്ചുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് എടുത്തു പറയുന്നുണ്ട്. ഇത് എടുത്തു പറയുന്നത് അவ்விധത്തിലുള്ള ത്യാഗങ്ങൾ ഭാവിയിലുള്ള അഹ്മദികളിൽ നിന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ വിവിധ രൂപങ്ങൾ പിന്നീടുള്ള ഖിലാഫത്ത് കാലങ്ങളിൽ നാം കാണുന്നു. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെ വഖഫ് ചെയ്യാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതായത് ഓരോ കുടുംബവും ഒരാളെ വഖഫ് ചെയ്യുക എന്ന് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ജമാഅത്തിനോട് ആവശ്യപ്പെട്ടു. അത് ജനിച്ച് വലുതായി യുവത്വത്തിലും ഔന്നതമായ അവസ്ഥയിലും എത്തിയതിനു ശേഷം സ്വന്തമായോ മാതാപിതാക്കളോട് ഓരോ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും വഖഫ് ചെയ്യുക എന്ന് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസിൻ്റെ കാലത്തും ആ രൂപത്തിലുള്ള വഖഫുകൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് ദൈവിക നിർദ്ദേശപ്രകാരം വഖഫെ നൗ എന്ന പദ്ധതി നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുക. ഖലീഫത്തുൽ മസീഹ് സാലിസിൻ്റെ കാലത്താണ് ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ വഖഫ് ചെയ്യുക എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ വഖഫെ ആർസി എന്ന ആ സമ്പ്രദായം ജമാഅത്തിൽ പരിചയപ്പെടുത്തിയത്, ജമാഅത്തിൽ ആവശ്യപ്പെട്ടത്. താൽക്കാലികമായ വഖഫ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഓരോ അഹ്മദിയും 15 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ വഖഫെ ആർസി ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതും യഥാർത്ഥ വഖഫിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ്. വഖഫ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ജീവിതം വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാകണമെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് വർഷത്തിൽ 15 ദിവസം ഒരാൾ സ്വന്തം ചെലവിൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കുക എന്നുള്ളത്. അയാൾക്ക് ഒരുപാട് മറ്റുത്തരവാദിത്തങ്ങളൊന്നുമില്ല. അയാൾ സ്വന്തം നഫ്സിനെ ശുദ്ധീകരിക്കാനായി, പഠിപ്പിക്കാനായി ഉള്ള മാർഗങ്ങൾ ചെയ്യുക, അതോടൊപ്പം ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് വഖഫെ ആർസിക്കാർക്കുള്ള ഉത്തരവാദിത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അപ്പം ആ മാർഗത്തിലേക്കുള്ള ഒരു പദ്ധതിയായിരുന്നു വഖഫ് ആർസി. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി വഖഫെ നൗ പദ്ധതി ആരംഭിക്കുന്നത് ഇസ്ലാമിൻ്റെ വിജയത്തെ സംബന്ധിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില സന്തോഷ വാർത്തകൾ നമുക്ക് നൽകിയിരുന്നു. 3 നൂറ്റാണ്ട് തികയുമ്പോൾ അഹ്മദിയ ജമാഅത്ത് ലോകം മുഴുവനും അന്തസ്സോടെ ആദരവോടെ കാണുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്നും അധികം ആളുകളും മറ്റു വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കാനായി ഈ മാർഗത്തെ സ്വീകരിക്കുന്നതാണെന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണർത്തിയിരുന്നു. ആ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൂരദൃഷ്ടിയുള്ള ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി നാം 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അഹ്മദിയത്തിൻ്റെ 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മേൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന ആ കാര്യം കണ്ടുകൊണ്ടാണ് എനിക്ക് 2 വർഷത്തിനുള്ളിൽ ജനിക്കാൻ പോകുന്ന 5000 കുട്ടികളുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്.
ആ 5000 കുട്ടികളെ, 5000 ഭടന്മാരെ ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ സേവനത്തിന് വേണ്ടി, ദൈവാസ്തിക്യത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ ദൈവാസ്തിക്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായി. കാലത്തിൻ്റെ ഖലീഫമാർ അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടാണ്, അതായത് ഇന്ന് നാം നോക്കുക, സർവ്വജനങ്ങളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിരീശ്വരത്വം നമ്മളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആയത്ത് വെച്ചാൽ തന്നെ അതിൻ്റെ ഒഴിവുകഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പണി. നമുക്ക് നമ്മെ സമർപ്പിക്കാൻ കഴിയുന്നില്ല. അത് നമ്മളിൽ ഉള്ള നിരീശ്വരവാദത്തിൻ്റെ ആ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ മനസ്സ് ആദമിൻ്റെ കാലത്ത് ഇബ്ലീസ് പറഞ്ഞതുപോലെ ഞാനെന്തിനത് അനുസരിക്കണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ടാണ് നിരീശ്വരവാദം ഇന്ന് വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴുക്കിനെതിരിൽ നീന്തുന്നവരാണ്. പലപ്പോഴും നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുകയോ ശക്തി കുറയുകയോ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഒഴുക്കിലേക്ക് പോകും. ഇവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ചുറ്റുപാടും താഴെയും മേലെയും ഒക്കെ തന്നെ നിരീശ്വരവാദത്തിലാണുള്ളത്. അതിൻ്റെ ആ അണുപ്രസരണം നമ്മിലും ചില ദോഷങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇവിടെ ആ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഖിലാഫത്തുമായി ഒട്ടി നിന്നുകൊണ്ട് ഖിലാഫത്തിൻ്റെ നിർദ്ദേശങ്ങളെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ അതിനുവേണ്ടി അർപ്പിക്കാൻ തയ്യാറാകണം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഭൗതികമായ കച്ചവടങ്ങൾ ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കൃഷി ചെയ്യണ്ട എന്ന് പറയുന്നില്ല, അതെല്ലാം അതിൻ്റെ ഉന്നതമായ രൂപത്തിൽ ചെയ്യണം. പക്ഷേ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് നമ്മളുടെ കാതുകളിൽ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മളുടെ കച്ചവടത്തെ നിർത്തിവെച്ചുകൊണ്ട് കസ്റ്റമർ വന്നിരിക്കുന്നു, അയാൾ ഇപ്പം എന്ത് വിചാരിക്കും ഞാൻ നിസ്കരിക്കാൻ പോയാൽ എന്ന് തോന്നൽ, അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്ന ആ കസ്റ്റമറെ ഞാൻ മടക്കിയാൽ എനിക്ക് എന്താകും, എൻ്റെ കച്ചവടം എങ്ങനെയാവും എന്നുള്ള പേടി, അവിടെ ദീനിന് മുൻഗണന നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല, ദുനിയാവിന് മുൻഗണന നൽകുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ദീനിനാണോ ദുനിയാവിനാണോ മുൻഗണന നൽകുന്നത് എന്ന്. അപ്പോൾ ഇവിടെ നമ്മളുടെ എല്ലാം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അവിടെ സന്താനങ്ങളെ സമർപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ആ രീതിയിൽ നാം നമ്മളുടെ സന്താനങ്ങളെ ഈ മാർഗത്തിൽ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇത് ഒരു കരാറായി ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറയുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇത് അള്ളാഹുമായുള്ള, അതായത് വഖഫ് നൗ എന്നുള്ള പദ്ധതി അള്ളാഹുമായുള്ള ഒരു കരാറാണെന്ന് വഖഫ് നൗ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇത് വഹിക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോകാവുന്നതാണ്. ഈ പദ്ധതി സമർപ്പിച്ചുകൊണ്ട് അന്ന് രണ്ടാമത് നൽകിയ ഖുതുബയിൽ
റാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇത് അള്ളാഹുമായുള്ള ഒരു കരാറാണ്. അത് വഹിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് പോകാവുന്നതാണ്. എന്നിട്ട് പറയുന്നു, പ്രായപൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയിൽ തുടരണോ തിരിച്ചു പോകണോ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗേറ്റും ഒരു കവാടവും ജമാഅത്തിലുണ്ടാകും. അതായത് ഇന്ന് വഖഫ് ചെയ്യപ്പെട്ട കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ ജീവിതം വിൽക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ എല്ലാം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പിന്നീട് ഒരിക്കലും തന്നെ അത് തിരിച്ചു ചോദിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു നടക്കാം. ഈ വാതിലിലൂടെ പ്രവേശിക്കാനായി ഇന്നു മുതലേ അവരെ തയ്യാറാക്കുക. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി വഖഫ് നൗ പദ്ധതി നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി രണ്ടാമത് നൽകിയ ഖുതുബയിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്ത മാതാപിതാക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ആ രൂപത്തിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകനെ ഏതുപോലെ തർബിയത്ത് ചെയ്തോ അങ്ങനെ അവൻ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ആയപ്പോൾ അവനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അതിന് മകൻ ഇസ്മായിൽ തയ്യാറായ രൂപത്തിൽ നാം നമ്മളുടെ സന്താനങ്ങളെ വഖഫ് ചെയ്തുകൊണ്ട് നമ്മൾ വളർത്തുക, അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. നിന്നെ അറുക്കാൻ പോവുകയാണ്, എന്താണ് നിൻ്റെ ആഗ്രഹം? അപ്പോൾ നമ്മളോട് മാതാപിതാക്കളോട് നമ്മളുടെ മക്കൾ പറയണം, നിങ്ങൾ അറുക്കാൻ ആണെങ്കിൽ അറുത്തോളൂ, ഞാൻ അതിന് തയ്യാറാണ് എന്ന് നമ്മളുടെ മക്കൾ പറയണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ ആ കുട്ടികളെ കൊണ്ടുപോകേണ്ടതാണ് എന്ന്, അതായത് പ്രായപൂർത്തിയാകുമ്പോൾ അവരോട് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഈ വഖഫ് പൂർത്തീകരിക്കാൻ തയ്യാറാണോ? അപ്പോൾ അവരത് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ജമാഅത്ത് ഏറ്റെടുക്കുന്നുള്ളൂ, ജമാഅത്തിലേക്ക് വിളിക്കുന്നുള്ളൂ. എന്നിട്ട് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖഫ് എന്ന് പറയുന്നത് കൂറോടുകൂടി അവസാന ശ്വാസം വരെ നിലനിൽക്കുന്നതിൻ്റെ പേരാണ്. ഏത് തരം മുറിവുകൾ ഉണ്ടായാലും മനുഷ്യൻ ഇഴഞ്ഞുകൊണ്ട് അതേ മാർഗത്തിൽ മുന്നേറുന്നതിൻ്റെ പേരാണ് വഖഫ് എന്നുള്ളത്. അങ്ങനെയുള്ള വഖഫിനായി തങ്ങളുടെ ഭാവി തലമുറയെ തയ്യാറാക്കുക. അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ദൈവിക മാർഗത്തിൽ പോരാടുന്നതിനായി എല്ലാവിധ ആയുധങ്ങളും ഒരുക്കപ്പെട്ട സജ്ജമാക്കപ്പെട്ട ആളുകളായി അവരെ തയ്യാറാക്കുകയും സന്ദർഭമനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായി അവർ മാറട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യുന്നു. മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ജമാഅത്തിൽ ഏതുവരെ വഖഫിൻ്റെ പദ്ധതി ശക്തമാകുന്നില്ലയോ അതുവരെ ഇസ്ലാം മുഴുവൻ ലോകത്തും വിജയിപ്പിക്കുക എന്നത് അസാധ്യമാണ്. അപ്പം നമ്മൾ ഇസ്ലാം ലോകത്ത് വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദുആ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ വഖഫ് ചെയ്യുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെയെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളെയെങ്കിലും വഖഫ് ചെയ്യുക. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വഖഫ് ചെയ്യുക എന്നുള്ള കൊണ്ട് കുട്ടിയെ ഞങ്ങൾ വഖഫ് ചെയ്തു എന്ന് പറയുന്നത് മാത്രമായില്ല, നേരത്തെ പറഞ്ഞ പോലെ ആ രൂപത്തിൽ അവരെ തർബിയത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയാണ് മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ഉത്തരവാദിത്വം നാം മനസ്സിലാക്കേണ്ടത്. ആ വഖഫ് ചെയ്യുന്ന ഫോമിൽ രണ്ടാളും മാതാവും പിതാവും ഒപ്പിട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഈ സന്ദർഭത്തിൽ മാതാപിതാക്കൾ നന്നായി ഓർക്കണം. വഖഫ് ചെയ്തവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വാപ്പയും ഉമ്മയും രണ്ടാളും അതിന് പൂർണ്ണമായി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളെ വഖഫ് ചെയ്യാതിരിക്കുക. അവരോട് ചെയ്യുന്ന മഹാദ്രോഹമാണത്.
വഖഫ് ചെയ്യുന്ന കുട്ടികളിൽ പ്രത്യേകമായ ഒരവസ്ഥ അവരുടെ ജനനത്തോടു കൂടി ഉണ്ടാകുന്നുണ്ട്. ഒന്നുമില്ല, കുട്ടി വലിയ വികൃതിയാവും. കാരണം അവന് നൽകപ്പെട്ടിരിക്കുന്ന ആ കഴിവ് അത് വേണ്ടാത്ത രൂപത്തിലേക്ക് പോകും. അതിനെ വേണ്ട വിധത്തിലേക്ക് തിരിച്ചുവിടാനാണ് നമ്മളോട് തർബിയത്ത് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ മാതൃകയുടെ വലിയ ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കളിലും അതേപോലെ സമൂഹത്തിലും ജമാഅത്തിൻ്റെ ഭാരവാഹികളിലും ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ അനുസരിക്കണം? നാം നമ്മളുടെ നിസാമിനെ, നമ്മളുടെ വ്യവസ്ഥിതിയെ, നമ്മളുടെ ഭാരവാഹികളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു വീട്ടിൽ വളരുന്ന കുട്ടി അവന് വഖഫേനോ ആകട്ടെ, ഏത് വഖഫാവട്ടെ, എങ്ങനെ അവൻ വഖഫിലേക്ക് വരും? ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ റാബിയ റഹ്മത്തുള്ളാഹി അലൈഹി ഭാരവാഹികളോടും ജമാഅത്തിലെ മുതിർന്നവരോടും മാതാപിതാക്കളോടും വീടുകളിലെ മുതിർന്നവരോടും പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു പ്രവർത്തനം മുഖേന അവരുടെ കാലുകൾ ഇടറാൻ അത് കാരണമാകരുത്. ഏതെങ്കിലും രൂപത്തിലുള്ള മുറിവ് ആ വഖഫ് ചെയ്യപ്പെട്ട കുട്ടിയിലുണ്ടായി, അത് നിങ്ങളുടെ പ്രവർത്തനം കാരണത്താലാണ് എങ്കിൽ ആ മുറിവ് ചിലപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ നിൽക്കും. അതിനുള്ള ഉത്തരവാദികൾ നിങ്ങളായി. അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കുട്ടികൾ നാം വഖഫ് ചെയ്തിട്ട് ആ മാർഗത്തിൽ വരുന്നില്ല എങ്കിൽ അതിനുള്ള ഉത്തരവാദികൾ മാതാപിതാക്കളും സമൂഹത്തിലെ മുതിർന്നവരുമായിരിക്കുമെന്ന് നാം നല്ലവണ്ണം ഓർത്തിരിക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദി, അതിൻ്റെ കുറ്റവാളികളായി അതിൻ്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഞാൻ ചുരുക്കുന്നു. അള്ളാഹു നമുക്കേവർക്കും ഈ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, എനിക്ക് വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ്, ഈ വഖഫിൻ്റെ തുടക്കകാലത്ത് നമ്മുടെ ജില്ലയായിരുന്നു ഏറ്റവും കൂടുതൽ വഖഫിന് കുട്ടികളുണ്ടായിരുന്ന ജില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് നിങ്ങൾ ഈ മാർഗത്തിൽ കുർബാനി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന പ്രായം വന്നപ്പോൾ അധികവും പോയി എന്നുള്ളതാണ് വളരെ സങ്കടകരമായ. അതായത് ഖലീഫത്തുൽ മസീഹ് റാബിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, നിങ്ങൾക്ക് വേറൊരു ഗേറ്റും തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഗേറ്റിലൂടെ പോയി. വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. ജമാഅത്തിൻ്റെ മുതിർന്നവരും ഭാരവാഹികളും ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അത്രയധികം കുട്ടികൾ ആ തുറന്നിട്ട മറ്റു വാതിലൂടെ പോയി? കാലത്തിൻ്റെ ഖലീഫ പറഞ്ഞ ഈ വാതിലൂടെ കയറിയില്ല, പോകാൻ പറഞ്ഞു പോയി. ആ ഒരവസ്ഥയാണുള്ളത് എങ്കിൽ അവിടെ നമ്മൾ എത്രയോ അധികം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്, അള്ളാഹുവിനോട് സഹായം തേടേണ്ടതാണ്. അതുകൊണ്ട് കൂടി ആയിരിക്കാം അങ്ങനെയുള്ള ബലഹീനതകളെ നമ്മൾ മനസ്സിലാക്കി കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മളോട് ഇപ്പോൾ നമ്മളുടെ ഖലീഫ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഓർത്തുകൊണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കൂടുതലായി ഓരോരുത്തരും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.